ക്വാറേലി ലേക്ക് റിസോർട്ടിലെ മുറിയാണ്. വന്ന സമയത്ത് നമുക്ക് റൂം ടൂർ എടുക്കാൻ പറ്റിയില്ല, ഒത്തിരി രാത്രി ആയിപ്പോയി, ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. കയറുമ്പോൾ തന്നെ ഒരു വാഷ്റൂം. സ്റ്റാൻഡേർഡ്, വലിയ സ്പേസ് ഒന്നുമല്ല, ഇത്രയും ഏരിയ ഉള്ളൂ മൊത്തം കൂടെ. പിന്നെ ഇവിടെ വാർഡ്രോബ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു സേഫ് ഉണ്ട്, ജനറൽ സ്റ്റാൻഡേർഡ് സ്റ്റഫ്. സേഫ് ഉണ്ട്, ഹെയർ ഡ്രയർ ഉണ്ട്, പിന്നെ കബോർഡ്, ആകെ മൊത്തം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ്. പിന്നെ ഇവിടെ നമ്മുടെ ബെഡ്, TV, കോഫി മെഷീൻ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. വ്യൂ നേരെ പിടിച്ചിട്ട് ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ബഗ്ഗുകൾ കയറുന്നതിന്, അതിനുവേണ്ടി ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ. ക്വാറേലി ലേക്ക് റിസോർട്ടാണ്. അതിൻ്റെ മെയിൻ വ്യൂ ആണ്, നമ്മൾ ലേക്കിലോട്ടുള്ള വ്യൂ ആണ്. ഇതൊരു മലയുടെ മണ്ടയാണ്, അതുകൊണ്ട് മലയുടെ മണ്ടയുമാണ്. പിന്നെ കാടാട്ടോ, നമ്മൾ കാട്ടിക്കൂടാണ് ഇങ്ങോട്ട് കയറുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ ലേക്ക്, പിന്നെ ആ ഒരു സൈഡിൽ വേറെ ഏതോ സിറ്റിയാണെന്നാണ് പറഞ്ഞത്. രാത്രി ഫുൾ ലൈറ്റ് ആട്ടോ, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത്ര അതിൽ കാണത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കസ്ബേഗി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാട്ടോ. അവിടെ ഇതിനും കുറച്ച് തണുപ്പായിട്ടുള്ള സ്ഥലം. അവിടെ ഈ ഒരു കാണുന്ന പോലത്തെ അല്ല, ഫുൾ മൗണ്ടൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് ആ ഒരു സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ലേക്കിന് ചുറ്റും ഒരു സൈക്ലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ ക്വാറേലിയിലെ നമ്മുടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് കസ്ബേഗിയിലോട്ടാണ്. കസ്ബേഗിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 2 days ആണ്. ഇപ്പം നമ്മൾ ടെല്ലവി എന്ന് പറയുന്ന സിറ്റിയിലൂടെയാണ് പോകുന്നത്. ടെല്ലവി സിറ്റി ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സിറ്റിയാണിത്. ഇവിടെ അതായത് കക്കേറ്റി റീജിയൻ്റെ തലസ്ഥാനമാണിത്. നമ്മളിവിടെ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നേക്കുക. മണി എക്സ്ചേഞ്ച്, പിന്നെ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് കുറച്ച് സ്നാക്സും വെള്ളവും വാങ്ങി. അത് ഞാൻ കണ്ടായിരുന്നു, നല്ല ഗ്രാഫിറ്റി ആയിരുന്നു. നമ്മൾ മണി എക്സ്ചേഞ്ച് നടത്തി. പക്ഷേ അപ്പോഴാണ് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയപ്പോഴാണ് മനസ്സിലായത്, ഒരാൾക്ക്, ഒരു ഇൻ്റർനാഷണൽ പാസ്പോർട്ട് ഉള്ള ആളുകൾക്ക് ഇവിടെ 400 യൂറോ, നമ്മൾ ATMത്തിലൊക്കെ ഇട്ടപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു 400 വരെ എടുക്കാൻ പറ്റത്തുള്ളത്. നമ്മൾ ചോദിച്ചാൽ ATMത്തിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനല്ല, ഇൻ്റർനാഷണൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ്, ഇൻ്റർനാഷണൽ കാർഡുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ മണി എക്സ്ചേഞ്ചിൽ പോലും 400 യൂറോ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു പുതിയ അനുഭവം. ടെല്ലവി സിറ്റിയിൽ നിന്ന് നമ്മൾ പിന്നെ ഇനി കസ്ബേഗിയിലോട്ട് പോകുന്ന റൂട്ടിലെ കാഴ്ചകളാട്ടോ ഇത്. ശരിക്കും ജോർജിയയിലെ ഭംഗി കാണണമെങ്കിൽ കസ്ബേഗി പോകണം എന്നാട്ടോ പറയുന്നത്. കസ്ബേഗിയിലോട്ട് എത്തുന്ന വഴിയിൽ ഭയങ്കര കയറ്റവും ചുരവും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലം കൊള്ളായിരുന്നു. നമ്മുടെ മാടാമുല്ല കണ്ടോ? പോകുന്ന വഴിയിൽ വൊമിറ്റിംഗ് ടെൻഡൻസി കൂടി വന്നതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് റെസ്റ്റ് എടുക്കാനായിട്ട്. എനിക്ക് വയ്യാതെ വന്നതുകൊണ്ട് തന്നെ ആ കയറി വരുന്നിടത്തെ ഒരു വീഡിയോസും എനിക്ക് എടുക്കാനും പറ്റിയില്ല. കസ്ബേഗി റീജിയനിലോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഷീപ്പും ആൾക്കാരിങ്ങനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതാട്ടോ. അതുപോലെ ഞങ്ങളിവിടെ നിന്നിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഗാർഡ് ഡോഗ്സും ഉണ്ട് കേട്ടോ. അവിടുന്ന് കയറി ഞങ്ങൾ വീണ്ടും പോയപ്പോഴാട്ടോ റോഡിൽ കൂടി ഈ ഒരു കാഴ്ച കണ്ടേ. കസ്ബേഗി പോകുന്ന റോഡിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവരുടെ റാലി കാണാം. അത് കാണാനും പ്രത്യേക ഒരു ഭംഗിയാട്ടോ. കുറേ അങ്ങോട്ട് ഇടിയൊക്കെ കൂടി പോകുന്നതൊക്കെ കാണാം. കസ്ബേഗി പോകുന്ന റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് സിൻവാലി വാട്ടർ റിസർവോയർ. നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അവിടെ നമുക്ക് പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കുറച്ച് കത്തിയാട്ടോ. ലുക്ക് കാണാം. അയ്യോ സൂപ്പർ ആട്ടോ കാണാനായിട്ട്. അയ്യോടി ഈ ലുക്ക് സൂപ്പറാ. ലുക്ക് അറ്റ് ദ വ്യൂ. എൻ്റെ പൊന്നെ പിള്ള, എൻ്റെ പൊന്നെ ഇതെന്ത് പോയത്.
അനന്നൂരി എന്നുള്ള സ്ഥലം എത്തുന്നതിന് മുമ്പാണ് ഈ സിൻവാലി വാട്ടർ റിസർവയർ. മഞ്ഞുകാലം ആകുമ്പോഴത്തേക്ക് ഈ മലകൾ മൊത്തം മഞ്ഞ് മൂടി കിടക്കും. ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ഇത് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പായിരുന്നു. ചേട്ടൻ്റെ കൂടെ കളിച്ച് നമുക്ക് ഇനി ഇതുപോലത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കാം. കച്ചാപ്പൂരിയൊക്കെ മടുത്ത്. ഞാൻ ആദ്യമേ വന്ന വഴിക്കേ പറഞ്ഞാണ് ജോർജിയൻ ക്യൂസിൻ മുത്തിന് ശരിയാകത്തില്ല, മൊത്തം ബ്രെഡ്. അമ്മ പറഞ്ഞു ബ്രെഡ് ഇവർക്ക് ഇഷ്ടമാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞായിരുന്നു നടക്കാൻ സാധ്യതയില്ല. വല്ലകാലത്ത് ഒരിക്കൽ ബ്രെഡ് തിന്നതിന്റെ പോലെ അല്ല. അതോ റിസർവയർ ഒക്കെ കണ്ട് ഞങ്ങൾ കസ്ബേക്കിലോട്ടുള്ള യാത്ര തുടങ്ങി കേട്ടോ. അവിടുന്ന് കുറച്ച് നഗറ്റ്സ് ഒക്കെ കഴിച്ചപ്പോഴാണ് കച്ചാപ്പൂരി ഒക്കെ കഴിച്ചതിന്റെ ക്ഷീണം അങ്ങോട്ട് മാറിയത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടിലാണ് അസർബൈജാൻ, റഷ്യ അതിൻ്റെയൊക്കെ ബോർഡർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്തെ വണ്ടികളൊക്കെ ഇവിടെ കുറേ കാണാം. ഇപ്പം നമ്മുടെ മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ രജിസ്ട്രേഷൻ വണ്ടിയാട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കസ്ബേക്കിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മൾ പസനോരി എന്നങ്ങാണ്ട് അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗൈഡ് പറയുന്നത് വെച്ചാൽ ഇവിടെയാണ് കിങ്കാലി എന്ന് പറയുന്ന ഈ ഡംപ്ലിംഗ്, അതായത് ജോർജിയൻ ഡംപ്ലിങ്സ് ആണ് കിങ്കാലി. നമുക്ക് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന 2 സ്ഥലങ്ങളിലൊന്നായിരുന്നു കിങ്കാലി. അപ്പോൾ അതിൻ്റെ ഒറിജിൻ പ്ലേസ് എന്ന് പറയുന്നത് ഈ സ്ഥലമാണെന്നാണ് പറയുന്നത്. കിംകാലി. ഇതാണ് കിങ്കാലി. നമ്മൾ 2 വെറൈറ്റി പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. ഇത് എന്നാ മിക്സ്ഡ് അല്ലേ, പോർക്കും ബീഫും. കഴിക്കാനുള്ള ആക്രാന്തത്തിൽ എടുക്കുക, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എടുത്തിട്ട് One eternity later. ഇതാണ് കിങ്കാലി. നമുക്ക് നോക്കാം. പല വെറൈറ്റി ഉണ്ട്. ഇതാദ്യം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കടിച്ചിട്ട് ജ്യൂസ് കുടിക്കണമെന്ന്. ഡംപ്ലിംഗ് പോലെയാണ് ചെയ്യുന്നത്. നമ്മുടെ മറ്റേ മോമോസിന്റെ ഇതുപോലെയാണ്. കൊള്ളാം. എന്നാ ഇനി എല്ലാരും ഇത് മിക്സ് അത് കാണാൻ എന്തെങ്കിലും വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ പസന്നൂരിൽ നിന്ന് ഒതൻറ്റിക് കിങ്കാലിയൊക്കെ കഴിച്ച് ലഞ്ചിൻ്റെ സമയമായിരുന്നു. പക്ഷെ ഞങ്ങൾ ലഞ്ച് കഴിച്ചത് 4 മണിക്കാണ്. അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോവാം. സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റിവേഴ്സ് ഒന്നിച്ച് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരിടത്തു നിന്ന് വൈറ്റ് കളറിലെ വാട്ടർ വരുന്നു, മറ്റത് ബ്ലാക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരേ കളറായിരിക്കും, പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 2 കളർ, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. ഇതേ നോക്കി, അങ്ങൂന്ന് വരുന്നത് അത് ബ്ലാക്ക്, ഇത് വൈറ്റ്. ഇതാണ് ബ്ലാക്ക് അരഗ്വി ആൻഡ് വൈറ്റ് അരഗ്വി റിവേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ മിക്സ് ആവില്ല എന്നുള്ള. ഇപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. അങ്ങനെ നമ്മൾ എയർബിഎൻബി സ്റ്റേയിലെത്തി. ജാക്കറ്റിലൊക്കെ കയറി ഭയങ്കര നല്ല തണുപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇതിന് എൻ്റയർ സ്റ്റേക്കകത്ത് ഇതിനകത്ത് കുറച്ചധികം മുറിയുണ്ട്. അകത്തോട്ട് നമുക്ക് പോകാം. ഔട്ട് സൈഡ് ഇതുണ്ട്, അവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന സ്ഥലവും ഇതിൻ്റെ പുറകിലൊരു ഓപ്പൺ നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കെയർ ടേക്കറാണ് അപ്പുറത്ത് പുറകിൽ നിൽക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. അവർക്ക് ആകെ അറിയാവുന്ന അവരുടെ ജോർജിയൻ ഭാഷയാണ്. ജാവ പറയുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കി എടുത്ത് ചെയ്തു പോയിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ജാവ വിളിച്ചാൽ മതി, വിളിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞേ. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു. ഞാൻ അകത്തോട്ടൊന്ന് പോകാം നമുക്ക്. അയ്യോ നല്ല തണുപ്പാ. അതെ, ഇതാണ് നമ്മുടെ മുറി. എല്ലാവരുടെയും പെട്ടിയാക്കി ഇവിടെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും വീടൊക്കെ ഒന്ന് കാണാൻ പോയേക്കോ. നമ്മുടെ ഡൈനിങ് ഏരിയ അല്ല ലിവിങ് ഏരിയ ഇവിടെ. അവിടെ വുഡ് തീയിടണമെങ്കിൽ തീയിട്ട് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നതാണ്. ഇവിടെ ഹീറ്ററുണ്ട്, ഇതായിരിക്കുന്നത്. ഇവിടെ ഒരു ഹീറ്ററുണ്ട്. പക്ഷെ എന്നിരുന്നാലും
പഴയ ഒരു വീടിൻ്റെയൊക്കെ നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ ഒരു പുക ചിമ്മിനി ചെയ്തേക്കുന്ന സെറ്റപ്പ്. ഇവിടെയാണ് അടുക്കളയിൽ നമ്മൾ ആദ്യം തന്നെ വന്നപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് തോന്നുന്നത്. കുറേ വൈൻ ബോട്ടിൽ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് കുടിക്കാൻ വേണ്ടി വെച്ചേക്കുമായിരിക്കും, ഫ്രീ ആയിരിക്കും എന്നൊക്കെ. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ പൈസ എഴുതി വെച്ചിട്ടുണ്ട്. കുപ്പി വേണോ പൈസ കൊടുത്തു. പിന്നെ അപ്പം കിച്ചൺ ഇത്രയാണ്. കിച്ചൻ്റെ അകത്തുള്ള യൂട്ടിലിറ്റീസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. TV ഉണ്ട്. ഒരു റൂമാണ് കേട്ടോ ഇത്. ഇതൊരു മുറി, ചെറിയ മുറി. വലിയൊരു ഗ്രാഫിറ്റിയും സാധനങ്ങളൊക്കെ ചെയ്തേക്കുന്നൊരു മുറി. ബാത്റൂം. ഓക്കെ, ഫസ്റ്റ് മുറി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് മുറി. ഇതിൻ്റെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് വിൻഡോ തുറക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് ഇപ്പോൾ കാണത്തില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു റിവർ സൈഡാണ്. നമുക്കത് നാളെ കാണിച്ചു തരാം. നെക്സ്റ്റ് മുറിയിലോട്ട് കയറാം. അപ്പോൾ ഇത് സെക്കൻഡ് മുറിയായിരിക്കും കേട്ടോ. ഈ മുറിയിലാണ് ഡബിൾ ഡെക്കറൊക്കെ ഉള്ളത് അല്ലേ. ബങ്ക് ബെഡുണ്ട്, അതല്ലാതെ ഒരു ബെഡുണ്ട്. പിന്നെ ഒരു കോറിഡോറുണ്ട്. ഇതാണ് നമ്മുടെ കോറിഡോർ. ഇവിടെ ഇവിടെ നമ്മുടെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഇരുന്നത് റോഡൊക്കെ കാണാം. എന്താ പറ്റി? ഇവർ രണ്ടുപേരുടെ സ്വിച്ച് ബോർഡ് ഇടാൻ വേണ്ടി അടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും. അപ്പൊ അവൻ അത്രേ ഉള്ളൂ. നമുക്ക് ഈ മുറി കയറാം കേട്ടോ. ഓടി കയറിക്കോ, ചാടി കയറിക്കോ. ആണ്ടേ ഇത് പ്രിയക്ക് എമ്മിലുള്ള മുറി. അടുപ്പിച്ചിടണ്ട കേട്ടോ, ദൂരെ കിടക്കാൻ. ഇതണ്ടേ, ആഹാ കണ്ട. അടുക്കത്തില്ലടാ. ഇവിടെ ബാൽക്കണി ഉണ്ട്. ആടാ, നല്ല വ്യൂ ആയിരിക്കും കേട്ടോ രാവിലെ. അങ്ങനെ ക്വാറയിൽ നിന്ന് രാവിലെ ഇറങ്ങി ഞങ്ങൾ കസ്ബേഗിയിലുള്ള എയർബിയാൻബിയിൽ എത്തിയപ്പോൾ തന്നെ രാത്രിയായി. ഓടി വന്ന് എല്ലാവരും റൂമെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് യൂണോ കളിക്കാനൊന്നും ആർക്കും വയ്യ. എന്നാൽ പിന്നെ TV ഒക്കെ കണ്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെയാണ് നമ്മൾ കസ്ബേഗി കറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബായ്.